ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്കിവിടെ സുഖം തന്നെ കേട്ടോ. അപ്പോൾ അതാ ഇന്ന് രാവിലെ തന്നെ നമ്മൾ മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കണം കേട്ടോ. നല്ല വലിയ മത്തി, നല്ല നെയ്യുള്ള മത്തി, നെയ്മത്തി കിട്ടിക്കണം കേട്ടോ. വണ്ടൂർക്ക് പോയപ്പോൾ വാണിയമ്പലത്തു നിന്നാണ് കേട്ടോ ഞാൻ ഈ മത്തി മീൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മത്തിക്ക് നല്ല നെയ്യുള്ള ടൈമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ആര് ഒക്കെ കൂടുതലുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല നെയ്മത്തി, നല്ല തൂടുള്ള മത്തി കേട്ടോ. അപ്പോൾ അതാ ഞാൻ നന്നാക്കിയിട്ട് നല്ല അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളി കറി എന്ന് പറയുമ്പോൾ ഹോട്ടലിലൊക്കെ കിട്ടണില്ലേ നമുക്ക് നാളികേരമൊക്കെ അരച്ചിട്ട് നല്ല എരിവും പുളിയും ഉപ്പൊക്കെ പാകമായിട്ട് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന കറിക്ക് കേട്ടോ. ആ ഉപ്പും പുളിയും മുളകും ഒക്കെ പാകമായിട്ട് കിട്ടുമ്പോൾ ഏതൊരു കറിയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിനിപ്പോൾ കുറേ കൈപ്പുണ്യൊന്നും പറയണ്ട കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊക്കെ നന്നാക്കി നല്ല കഴുകി മുറിച്ച് എടുത്തിട്ട് ഇതുകൊണ്ട് എങ്ങനെയാണ് നല്ല അടിപൊളി കറി ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കും വേണം കേട്ടോ. അപ്പോൾ അതാ മീനൊക്കെ കഴുകി ഞാൻ വൃത്തിയാക്കിയിട്ട് ഇത് നന്നാക്കി ഒരു ഉളുമ്പ് നാറ്റാവില്ലേ, അപ്പം ഉളുമ്പ് നാറ്റം പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്നറിയോ, നമ്മൾ നാരങ്ങ പിഴിഞ്ഞ ചണ്ടിയില്ലേ, നാരങ്ങ ചണ്ടി, അത് കയ്യിൻ്റെ നഖത്തുമ്മയും കയ്യുമ്മയൊക്കെ വെച്ച് നല്ലോണം ഒരതി കഴുകിയാൽ ഉളുമ്പ് നാറ്റം പോകും കേട്ടോ. പിന്നെ അടുക്കളയിൽ നിന്നൊന്നും ഞാൻ മീൻ വെട്ടൂല, കാരണം എപ്പോഴും എന്തൊരു നാറ്റായിരിക്കും എന്നറിയോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നാറ്റം മാറും. അപ്പോൾ അതാ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഉണ്ട് ഇവിടെ. അത് ഞാൻ നാളികേരത്തേക്ക് ഇടാൻ വെച്ചതാണ്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചതച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരം അരച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. നാളികേരം അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് നാളികേരം അരച്ചാൽ മതി, നല്ലോണം കറി കുറുകൊന്നും വേണ്ട കേട്ടോ. എന്നാൽ കുറച്ചൊരു കുറുകൽ വേണം താനും. അപ്പോൾ ഇതാ അരയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരം അരച്ചെടുത്തേക്ക് 2 പോണ ചെറിയ ഉള്ളി എടുക്കണം, കുറച്ച് പെരിഞ്ചീരകം ഇടണം കേട്ടോ. എന്നാലേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളേ. അപ്പോൾ അതിന് വേണ്ടി ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനത് മിക്സിയിൽ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ ഇതാ തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടുണ്ട്, അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലിടയ്ക്ക് ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഊറ്റണം. അങ്ങനെയൊക്കെയുള്ള പല പണിയാണല്ലേ രാവിലെ എന്ന് പറഞ്ഞാൽ. നമ്മൾ അടുക്കളപ്പണി ഒരു കാണാൻ പണിയാണല്ലേ, അമ്മമാർക്ക് അതിനെ പറ്റി അറിയുള്ളൂ. എത്ര എടുത്താലും അടുക്കളയിൽ ഒരുങ്ങി കിട്ടൂലല്ലേ. ആദ്യം നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കും, അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചോറ് വെക്കണം, കറി ഉണ്ടാക്കണം, എന്താ പറയുക. ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ എല്ലാം പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുകും ഉലുവയും പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞതും അതുപോലെ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ട് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ഇതാ മീനും ഇട്ട് നമ്മൾ കറി റെഡിയായി നാളികേരം അരച്ചപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ?